ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ എളിവരാനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എന്റെ സ്നേഹവന്ദനം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കാം. സ്നേഹത്തിന് ഭയമില്ല, സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ എഴുതി അറിയിക്കുന്ന ഒരു കാര്യമാണ് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഈ ഭയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. രാത്രിയിലെ ഭയം, രാത്രിയിൽ ഇറങ്ങി നടക്കുവാൻ ഭയം, രോഗാവസ്ഥകൾ വന്നാൽ മരിച്ചു പോകുമോ എന്നൊരു ഭയം, നാളെ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഭയം, പിശാചിന്റെ ഭയം, രോഗത്തെ ഭയം, ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ കാണുമ്പോഴുള്ള ഭയം, ഇങ്ങനെ നിരവധി ഭയങ്ങളുണ്ട്. നമുക്കറിയാവുന്ന ഭയങ്ങളാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭയം എന്താണെന്ന് നമ്മൾ ദൈവാത്മാവിനാൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് ഭയമായാലും തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അപ്പോൾ ഏത് ഭയം എന്നുള്ളത് നമ്മൾ തിരുവചനത്തിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. തികഞ്ഞ സ്നേഹം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. അതിന്റെ 7-ാം വാക്യം വായിക്കാം. പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കാനാണ്. അത് പുതിയൊരു കൽപ്പനയല്ല, പഴയ തന്നെയാണ്. അതിനെ ഒരിക്കൽ കൂടെ യേശു ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുകയാണ്. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്നേഹമാണോ, ദൈവിക സ്നേഹമാണോ, അല്ലെങ്കിൽ സ്വാർത്ഥപരമായിട്ടുള്ള സ്നേഹമാണോ എന്ന് നമ്മൾ ഹിതപരിശോധന ചെയ്യണം. ദൈവത്തിന്റെ സ്തോത്രം. മനുഷ്യന്റെ സ്നേഹം എന്ന് പറയുന്നത് മാനുഷിക സ്നേഹമാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മറ്റൊരാളെ സ്നേഹിക്കുന്നു, സഹോദരങ്ങളെ സ്നേഹിക്കുന്നു, അയൽക്കാരെ സ്നേഹിക്കുന്നു, കാര്യസാധ്യതകൾക്ക് വേണ്ടി സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ചത് യേശുവിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് ദൈവത്തിലൂടെയുള്ള സ്നേഹമാണെങ്കിൽ അത് ദൈവപ്രസാദമാണ്. അതല്ലാത്ത സ്നേഹമെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നേടുവാനുള്ള സ്നേഹമായി തീരും, സ്വാർത്ഥപരമായ സ്നേഹം. ഇത് ഏത് സ്നേഹമാണെന്നുള്ളത് തിരുവചനത്തിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ദൈവീക സ്നേഹമാണ്. അപ്പോൾ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദൈവഭാവമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവമാണ്. ദയ കാണിക്കുക, കരുണ കാണിക്കുക, മനസ്സലിവ് കാണിക്കുക, ക്ഷമിക്കുക, പൊറുക്കുക, ജീവൻ നൽകുക, രക്ഷ കൊടുക്കുക. ഇതെല്ലാം ദൈവിക ഭാവമാണ്. വിസർജനിക്കുന്നവർ ആകാരം കൊടുക്കുക, ഇതൊക്കെ ദൈവഭാവമാണ്. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവിക ഭാവമാണ്. അപ്പോൾ തമ്മിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പരസ്പരം രണ്ട് മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുക എന്നല്ല അവിടെ വരുന്നത്. പിന്നെയോ മനുഷ്യർ ദൈവത്തിലൂടെ സ്നേഹിക്കുക. ഞാൻ ദൈവഭാവത്തിലായ മറ്റൊരു സഹോദരൻ ദൈവഭാവത്തിലാകുകയാണെങ്കിൽ അവരുടെ സ്നേഹമാണ് ദൈവിക സ്നേഹം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്നേഹം ദൈവഭാവത്തിലായതുകൊണ്ട് തമ്മിൽ സ്നേഹിക്കുക. കൽപ്പനകളിൽ 2-ാമത്തെ കൽപ്പനയാണ് ദൈവത്തിന്റെ സ്വഭാവം. തമ്മിൽ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക. അത് ദൈവഭാവത്തിലായിരിക്കുക. ദൈവഭാവം ഉള്ളവരിലാണ് ദൈവിക സ്നേഹം ഉത്ഭവിക്കുകയോ. ദൈവത്തിന്റെ സ്വഭാവം സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം എന്ന് പറയുന്നത് ദൈവഭാവമാണ്. ആ ദൈവത്തിന്റെ ഭാവമാണ് നമ്മിൽ. പരസ്പരം സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിക്കുകയാണെങ്കിൽ അങ്ങനെ, സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹിക്കുകയാണെങ്കിൽ അങ്ങനെ, അയൽക്കാർ തമ്മിൽ സ്നേഹിക്കുകയാണെങ്കിൽ അങ്ങനെ, ദൈവഭാവത്തിൽ ആയിത്തീർന്നവർ തമ്മിൽ സ്നേഹിച്ചാൽ മാത്രമേ അത് ദൈവിക സ്നേഹമാവുകയുള്ളൂ.
അല്ലാത്ത സ്നേഹങ്ങൾ പല സന്ദർഭങ്ങളിൽ ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിച്ചാൽ അവരോട് സ്നേഹമാണ്. എന്റെ ഇഷ്ടങ്ങൾക്കെല്ലാം നിന്നാൽ അവരോട് സ്നേഹമാണ്. എപ്പോഴാണോ അതിന് വിരോധമായി വരുന്നത് അപ്പോൾ സ്നേഹം എന്ത് ചെയ്യുന്നു? ദേഷ്യമായി പൈശാചിക ഭാവമായി വരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് പത്രങ്ങളിലെ വായിക്കാൻ കഴിയുന്നതാണ് ഓരോ സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത്. നിസ്സാര സുഹൃത്തുക്കൾ തമ്മിൽ പോലും ഒരു നിസ്സാര കാര്യത്തിന് പോലും പിണങ്ങി കൊല്ലുന്ന കാലമാണ് ദൈവത്തിന്റെ സ്തോത്രം. അവർ സ്നേഹിതരായിരുന്നു. പക്ഷെ പൈശാചിക ഭാവം വന്നപ്പോൾ പിശാച് അവിടെ എന്ത് ചെയ്തു? പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ദൈവിക സ്നേഹമാണ് ഇവിടെ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത്. ദൈവത്തിലൂടെയുള്ള സ്നേഹം, നീതിയുടെ സ്നേഹം, ന്യായത്തിന്റെ സ്നേഹം, നന്മയുടെ സ്നേഹം. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് ദൈവഭാവമാണ്. അതായത് ദൈവം തന്നെയാണ് സ്നേഹം. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരാളെ അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ, സമൂഹത്തിലുള്ള വിലയേറിയ വ്യക്തികളെ നമ്മൾ ഹൃദയം കൊണ്ട് ആരാധിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നത് അതൊരു സ്നേഹമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹമാണ്. യഥാർത്ഥത്തിൽ ദൈവിക സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവഭാവം അണിഞ്ഞ് സ്നേഹിക്കുക. ദൈവഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവപുത്രനെ അനുഗമിച്ചുകൊണ്ട് ദൈവപുത്രന്റെ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തമ്മിൽ സ്നേഹിക്കുന്ന സ്നേഹമാണ് ദൈവിക സ്നേഹം. ആ ദൈവിക സ്നേഹത്തിൽ പൈശാചികമായ ഒരു പ്രവൃത്തികൾക്കും ഇടമില്ല എന്നുള്ളതാണ് സത്യം. ദൈവത്തിന്റെ സ്തോത്രം. വായിക്കാം. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹം ചിന്തിച്ചു നോക്കൂ. ശത്രുവിനെ പോലും സ്നേഹിക്കുവാനുള്ള മനസ്സാണ്. ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നിട്ടും സ്നേഹഭാവത്തിൽ തന്നെയാണ് യേശു ശത്രുക്കളുടെ ഇടയിലും ജീവിച്ചിരുന്നത്. അനേകർക്ക് ഉള്ളുകൊണ്ട് വെറുപ്പും വൈരാഗ്യവും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സമയം വരെ യേശുവിനെതിരെ ഒന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. യേശു ഒരുപാട് പേരെ ശത്രുക്കളെ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല. ഒരിക്കലും യേശു തന്റെ ദൗത്യം കൃത്യമായി ചെയ്യുമ്പോൾ പിതാവായ ദൈവം എന്ത് ദൗത്യമാണോ ഏൽപ്പിച്ചത് അത് ആത്മാർത്ഥതയോടുകൂടെ ചെയ്തപ്പോൾ ഉണ്ടായ ശത്രുക്കളാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോഴും ദൈവപുത്രൻ ദൈവഭാവത്തിൽ തന്നെ ആയിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതാണ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയേണ്ടത് ആ സ്നേഹമായിരിക്കും. ശത്രുവിനെ പോലും സ്നേഹിക്കാനുള്ള മനസ്സ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങനെയുള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നാൽ ശത്രുക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. വായിക്കാം. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു. ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അവർ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അപ്പോൾ ശരിക്കും സ്നേഹം പൈശാചിക ഭാവമായി തീരുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്. ദൈവത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്തവരുടെ സ്നേഹം പ്രാകൃതമായിരിക്കും, എപ്പോഴും പൈശാചികമായിരിക്കും. അത് ഓരോ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. യേശുക്രിസ്തു ദൈവസ്നേഹത്തിലായിരുന്നതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ദൈവഭാവം കൊണ്ട് യേശു ചെയ്തിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. തിന്മയ്ക്കെതിരെ പോരാടി ആലയത്തിൽ കടന്നു വന്ന യഹൂദന്മാർ അവിടെ കച്ചവടം നടത്തിയതുകൊണ്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ വേണ്ടി എന്റെ ആലയത്തിനെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുന്നു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ വേണ്ടി അന്നുണ്ടായിരുന്ന കച്ചവടക്കാരെയൊക്കെ എന്ത് ചെയ്തു? സാധനങ്ങളെല്ലാം പിറക്കി കളഞ്ഞ് പുറത്താക്കി, ആലയത്തിൽ നിന്ന് പുറത്താക്കി. അതൊരു ദൈവിക ഭാവമാണ്. കാരണം തിരുവെഴുത്ത് അറിയിച്ചതുപോലെ തന്റെ പുത്രനിലൂടെ അടയാളത്തോടുകൂടെ പ്രവൃത്തി വെളിപ്പെട്ടതാണ് ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് ദൈവത്തിന്റെ സ്തോത്രം. അനീതിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. നാം ഓരോരുത്തരും ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ വെറുതെ വായ്കൊണ്ട് പറയുന്നത് കൊണ്ടല്ല, അത് പ്രവർത്തിയിൽ വെളിപ്പെടുത്തുകയും ഈ പ്രവൃത്തി മറ്റുള്ളവർക്ക് ഗുണകരമായി തീരുകയും ചെയ്യുമ്പോഴാണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം വെളിപ്പെട്ടു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം എന്ന് പറയുന്നത് സ്നേഹം തന്നെ. ദൈവത്തിന്റെ സ്വഭാവമാണ് സ്നേഹം. ദൈവത്തിന്റെ സ്വഭാവമാണ് സ്നേഹം. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 4 മുതൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ സ്നേഹത്തെ കുറിച്ച് മനസ്സിലാക്കാം. ബാക്കി വായിക്കേണ്ടി വരും. ഞാൻ മനുഷ്യരുടെയും 4-ാം വാക്യം സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും. സ്നേഹമുള്ളവരുടെ ഭാവലക്ഷണങ്ങളാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയെ അറിയിക്കുന്നത്.
വായിക്കാം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. സ്നേഹം സ്പർദ്ധ എന്ന് വെച്ചാൽ ഭിന്നത, വിദ്വേഷം, ചിന്തകളൊന്നും ഉണ്ടാക്കുന്നതല്ല. സ്നേഹം നിഗളിക്കുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. ചീർക്കുന്നില്ല. ചീർക്കുന്നില്ല. അയോഗ്യമായി നടക്കുന്നില്ല. അയോഗ്യമായി നടക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് നമുക്ക് വേണ്ടിയായിരുന്നു. പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. എന്നാൽ യഥാർത്ഥ ദൈവിക സ്നേഹം എന്ന് പറയുന്നത് നാം ആരെയാണോ സ്നേഹിക്കുന്നത് അവർക്ക് വേണ്ടിയാകണം സ്നേഹം. അവർക്ക് വേണ്ടിയാകണം നമ്മുടെ ജീവിതത്തെ ആകണം. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയാണ് അവരോടുള്ള സ്നേഹം പ്രതിഫലിച്ചു വരുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് അങ്ങനെയാണ്. യേശുവിന് വേണ്ടി അല്ല യേശു സ്നേഹിച്ചത്, നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി സ്നേഹിച്ചു എന്നതിനുള്ള തെളിവ് എന്താണ്? യേശുവിന്റെ സഹിഷ്ണുതയാണ്, യേശുവിന്റെ ക്ഷമിക്കുവാനുള്ള മനസ്സാണ്, ദീർഘക്ഷമയാണ്, മനസ്സലിവാണ്. നമ്മളൊക്കെ ആണെങ്കിൽ ഒരാളോട് സ്നേഹം കാണിച്ചിട്ട് മാറി എന്ന് അവരെ പുച്ഛിക്കും. മാറി നിന്നെന്ത് ചെയ്യാം? മനുഷ്യരെ സ്നേഹിച്ചിട്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നതാണ് അവരുടെ ഉദാഹരണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിന്തിച്ചെന്ത് ചെയ്യും? അതിശയിപ്പിക്കും. ദൈവിക സ്നേഹം അങ്ങനെയല്ല. ചീർക്കുന്നില്ല, സ്പർദ്ധ ഉണ്ടാകുന്നില്ല, ഭിന്നത ഉണ്ടാകുന്നില്ല, പരിഹസിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, സത്യത്തിൽ സന്തോഷിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ദൈവിക സ്നേഹം എന്ന് പറയുന്നത് അനീതികളെ എന്ത് ചെയ്യുന്നു? ദൂരത്താക്കി കളയുന്നു. അനീതി എന്നോട് ചേർന്ന് വരികയില്ല. അനീതിയുള്ളവർക്ക് ദൈവിക സ്നേഹമോ ഉത്ഭവിക്കില്ല. അവിടെ ദൈവ സ്നേഹം ഉണ്ടാകുകയില്ല. അനീതിയെ തുളച്ചു നീക്കുന്നു. അടുത്തത് എല്ലാം പൊറുക്കുന്നു, എല്ലാം പൊറുക്കുവാനുള്ള മനസ്സുണ്ടാകുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല എന്നതാണ് നമ്മുടെ കളഞ്ഞു പോകില്ല. യഥാർത്ഥ ദൈവിക സ്നേഹം എന്ന് പറയുന്നത് നമ്മിൽ നിന്നും അകന്നു പോകുന്നതല്ല, നഷ്ടപ്പെട്ടു പോകുന്നതല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവിക സ്നേഹം എന്ന് പറയുന്നത് ദൈവിക ഭാവമാണ്. ഈ ദൈവിക ഭാവത്തോടുകൂടെയുള്ള സ്നേഹമാണ് യഥാർത്ഥ ദൈവ സ്നേഹം, ദൈവത്തിന്റെ ഭാവം. ബാക്കി തുടർന്ന് വായിക്കാം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ സ്നേഹം എങ്ങനെയാണ്? അത് പ്രാകൃതമായിരിക്കും, പൈശാചികമായിരിക്കും. കാരണം എന്താണ്? ദൈവത്തിലൂടെയുള്ള സ്നേഹമല്ല. അവിടെ സകല അനീതികളും ദുഷ്ടതകളും ദുഷ്കർമ്മങ്ങളും വെളിപ്പെട്ടു വരും. വായിക്കാം. ദൈവം സ്നേഹം തന്നെ, ദൈവം സ്നേഹം തന്നെ, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന്, നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ, ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി, നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നു? ദൈവത്തിന് മനുഷ്യജാതിയെ ഇഷ്ടമല്ലായിരുന്നു, വെറുപ്പായിരുന്നു, ശത്രുതയോടുകൂടെയാണ് ദൈവം മനുഷ്യരെ കണ്ടിരുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതെന്നും, അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും, എല്ലായ്പ്പോഴും ദോഷമുള്ളത് ആണ് എന്നും യഹോവ കണ്ടു. അങ്ങനെയാണ് ജലപ്രളയം നടത്തി ദൈവം ന്യായവിധി നടത്തുന്നുള്ള ചരിത്രം നമുക്കറിയാം. ഇവിടെ മനുഷ്യനെ നിർമ്മിച്ചതുകൊണ്ട് ദൈവം അനുദപിക്കുകയാണ്. അവന്റെ കുറവെന്താണ്? അവന്റെ ഹൃദയ വിചാരങ്ങളും നിരൂപണങ്ങളും എപ്പോഴും ദൈവത്തിനെതിരാണ്, നന്മകൾക്കെതിരാണ്, നീതിക്ക് വിരോധമാണ്. ദൈവത്തിന് മാത്രമാണ്. അങ്ങനെ ദൈവത്തിന് മനുഷ്യരെ സ്നേഹിതരായിട്ടല്ല കണ്ടിരുന്നത്, പിന്നെയോ വെറുപ്പായിട്ട് തന്നെയാണ് കണ്ടത്, ശത്രുതയായിരുന്നു. ഈ ശത്രുത മാറ്റിയതാരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. റോമർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം.
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് ആ ദൈവത്തിന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ക്രിസ്തു ഭൂമിയിൽ വന്ന് നമുക്കായി മരിക്കുന്നത് വരെ ദൈവത്തിന് നമ്മള് ശത്രുക്കളായിരുന്നു. ഈ ശത്രുത മാറ്റിയത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ്. വീണ്ടും തുറന്ന് വായിക്കാം. ഒന്നേ വായിക്കാം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. ദൈവം നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകും. അപ്പോൾ ഒരു സ്നേഹത്തിനൊരു മൂല്യമുണ്ട്, അല്ലെങ്കിൽ ദൈവസ്നേഹത്തിനൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? ദൈവവും മനുഷ്യരും തമ്മിൽ ശത്രുവാവാൻ കാര്യം എന്താണ്? മനുഷ്യരുടെ നിരൂപണങ്ങളും ചിന്തകളും ദോഷമുള്ളതാണ്. അവൻ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അത് പാപമായി തീരും. അങ്ങനെ മനുഷ്യരിലുള്ള പാപമാണ് ദൈവത്തിന് മനുഷ്യരെ വെറുക്കുവാൻ കാരണം, ശത്രുവായി തീരുവാൻ കാരണം. ഈ ശത്രുത മാറ്റിയത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. ആ ഒരു സ്നേഹം നമ്മൾ ആഴമായി ചിന്തിച്ചു നോക്കൂ. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് സ്വയം ത്യജിച്ച് ജീവിച്ച് മരിക്കാതിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലായി ഒരു മനുഷ്യാത്മാവ് പോലും രക്ഷിക്കപ്പെടില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഒരു മനുഷ്യന് പോലും രക്ഷിക്കാൻ കഴിയില്ല. ആർക്കും ഒരു ശക്തിക്കും മനുഷ്യാത്മാവിനെ വീണ്ടെടുക്കാൻ കഴിയില്ല. ഈ സ്നേഹമാണ് നാം തിരിച്ചറിയേണ്ടത്. ഒരു മനുഷ്യനെ നോക്കുമ്പോൾ അവന്റെ ഭാവവ്യത്യാസങ്ങൾ നോക്കി നമ്മൾ വിധി എഴുതാതെ അവനിലുള്ള ഒന്നോ രണ്ടോ നന്മകൾ മതി നമുക്കവരെ ദൈവത്താൽ നേരെയാക്കാം. അങ്ങനെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ദൈവം വച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ടെന്നും ആ ആത്മാവാണ് സർവ്വലോകത്തെക്കാളും വിലയേറിയതെന്നും കാണുവാൻ ആർക്ക് കഴിയുമോ, അങ്ങനെ കഴിയുന്ന ഒരു വ്യക്തി ആത്മീയമായി ദൈവത്തിലൂടെ സ്നേഹിക്കുന്ന സ്നേഹമാണ് യഥാർത്ഥ ദൈവിക സ്നേഹം. ആരെങ്കിലും ഒരു സഹോദരനെ എന്നെ കണ്ട് സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ ചെയ്തികളല്ല നോക്കേണ്ടത്, എന്റെ ഉള്ളിലെ നന്മകളാണ് നോക്കാനുള്ളത്. എന്റെ ഉള്ളിൽ ഒരു ആത്മാവ് വെച്ചിരിക്കുന്നു. ഈ ആത്മാവ് കെട്ടുപോകേണ്ടതല്ല. ഒരു മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത് സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ് എങ്കിൽ അങ്ങനെ വിലയേറിയതായിട്ട് നാം ഒരു മനുഷ്യനെ കണ്ടുകൊണ്ട് ദൈവാത്മാവിലൂടെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരിലാണ് ദൈവിക സ്നേഹം ഉണ്ടാകുന്നത്. അവരുടെ എന്തെങ്കിലും നിസ്സാര പ്രവൃത്തികൾ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയും. കാരണം എന്താണ്? ആ പ്രവൃത്തിയെ നമ്മൾ വലുതായി കണ്ടാൽ ആ മനുഷ്യാത്മാവിന് ദോഷമാണ്. ഇങ്ങനെയുള്ള ഒരു ഉൾഭയമാണ് ദൈവം വസിക്കുന്നവർക്ക് ഉണ്ടാകുന്നത്. അവരുടെ സംസാരങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം, പക്ഷെ ഉള്ളിലൊരു ഭയമുണ്ട്. ഞാനത് പ്രതികരിച്ച് ഒരുപക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കാം, ആ ശരി പോലും ചിലപ്പോൾ ആ വ്യക്തിയുടെ ആത്മാവിന് നാശം വരുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ശരിയെ നിലനിർത്തിക്കൊണ്ട് ആ വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുകയാണ്. യേശു അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. അല്ലാതെ പ്രതികരിക്കാൻ എനിക്ക് ശക്തിയുണ്ട്, ആളുണ്ട്, സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അഹങ്കരിച്ച് പ്രവർത്തിച്ചാൽ ആ മനുഷ്യാത്മാവ് നശിക്കുന്നതോടൊപ്പം അഹങ്കരിക്കുന്ന മനുഷ്യ നിന്റെ ആത്മാവും കെട്ടുപോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ മറ്റൊരാളോട് സ്നേഹിക്കുന്നത് ആ മനുഷ്യന് വേണ്ടിയാണ്, സ്നേഹിക്കപ്പെടുന്ന മനുഷ്യന് വേണ്ടിയാണ് സ്നേഹിക്കേണ്ടതെന്നുള്ളത് യേശു വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. യേശു നമ്മെ സ്നേഹിച്ചത് യേശുവിന് വേണ്ടിയാണ്, പിന്നെയോ നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടി സ്നേഹിച്ചത് കൊണ്ട് യേശുവിന് ഗുണമുണ്ടെന്നല്ല, അത് മറ്റൊരർത്ഥത്തിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ തികച്ചും യേശു നമ്മെ സ്നേഹിച്ചത്, ദൈവം നമ്മെ സ്നേഹിച്ചത് നമുക്ക് വേണ്ടിയാണെന്നുള്ള ബോധമുണ്ടാകും. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ
കണ്ടുകൊണ്ട് ആരും ദൈവത്തെ വിശ്വസിച്ചിട്ടില്ല, അങ്ങനെ വിശ്വസിക്കാൻ കഴിയുകയില്ല. അങ്ങനെ നമ്മൾ ദൈവഭാവത്തിലായിക്കൊണ്ട് അന്യോന്യം സ്നേഹിക്കുമെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. ദൈവം നമ്മൾ വസിക്കുന്നു എന്ന് നമുക്ക് അറിയുവാൻ കഴിയും. വായിക്കാം. അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. അങ്ങനെ അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. ദൈവഭാവമുള്ളവർ തമ്മിൽ സ്നേഹിക്കുമ്പോൾ അവിടെ എതിർവാക്കുകളില്ല, വിരോധമായിട്ടുള്ള സംഭാഷണങ്ങളില്ല, കൂട്ടം കൂടി അങ്ങനെയാണ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് ഒറ്റ മുഖമേ ഉള്ളൂ, അത് ദൈവമുഖം അല്ലെങ്കിൽ ദൈവഭാവം. അങ്ങനെ അന്യോന്യം സ്നേഹിക്കുകയാണെങ്കിൽ പിശാചിന്റെ ഒരു പ്രവൃത്തിയും ഇങ്ങനെയുള്ള കൂട്ടായ്മയുടെ ഇടയിൽ നടക്കില്ല. അല്ലെങ്കിൽ ഭിന്നതകളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, ഏകോപിച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഏക ചിന്തയോടുകൂടെ, ഏക മനസ്സോടുകൂടെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു മനസ്സോടുകൂടെ കൂട്ടായ്മയ്ക്ക് പോകാൻ കഴിയാതെ പോകും. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. അപ്പോൾ ദൈവഭാവത്തിലായതുകൊണ്ട്, ദൈവത്തിന്റെ സ്വഭാവം അണിഞ്ഞുകൊണ്ട് നമ്മൾ അന്യോന്യം സ്നേഹിക്കുകയാണെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അവിടെ ദൈവത്തിന്റെ ആലോചനകൾക്കും ദൈവത്തിന്റെ ഉപദേശങ്ങൾക്കും ദൈവത്തിന്റെ വചനങ്ങൾക്കുമാണ് പ്രാധാന്യം. മനുഷ്യന്റെ ഇഷ്ടങ്ങളോ മനുഷ്യന്റെ സ്വാർത്ഥതയോ അവിടെ വെളിപ്പെടുകയില്ല. സ്വാർത്ഥത വെളിപ്പെട്ടാൽ മനസ്സിലാക്കുകയുടെ ദൈവം പുറത്താണ്, കൂട്ടായ്മയ്ക്ക് വെളിയിലാണ്. ഇവിടെ അന്യോന്യം സ്നേഹിക്കുകയാണ്. ദൈവഭാവം അണിഞ്ഞ് ദൈവത്തിന്റെ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികൾ തമ്മിൽ സ്നേഹിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ്? നാം ദൈവത്തിനും ദൈവം നമ്മിലുമാണെന്നുള്ളത് അവന്റെ ആത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം നമ്മോട് കൂടെയാണ് എന്ന് തെളിയിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അതായത് യേശു ദൈവത്തിലും ദൈവം യേശുവിലായതുകൊണ്ട് ഇവർ നമ്മെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, നീ എന്നിലും ഞാൻ എന്നിലുമായിരിക്കുന്നത് പോലെ ഇവർ നമ്മിൽ ഒന്നാകേണ്ടത് തന്നെ. അതുകൊണ്ട് ഒരേ അഭിപ്രായം, ഒരേ ഭാവം, ഒരേ ചിന്ത, ഒരേ പ്രവൃത്തി അത് ദൈവികമായിരിക്കണം, ദൈവഭാവത്തിലുള്ളതായിരിക്കണം. അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് ഒരു കൂട്ടായ്മയിൽ ദൈവം തന്റെ ആത്മാവിനെ നൽകിക്കൊണ്ട് യേശുവിന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ എല്ലാം ഒത്തുചേർത്തുകൊണ്ട് യേശുവിന് നമ്മെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ പക്കൽ ഏൽപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു സത്യം കൂടെ മനസ്സിലാക്കുക. വായിക്കാം. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. യോഹന്നാൻ കണ്ട്, ഈ ലേഖനങ്ങളിലെ യോഹന്നാൻ കാണുകയും സാക്ഷീകരിക്കുകയും ചെയ്തിരിക്കുന്നു. യേശു ദൈവപുത്രനെ സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. അപ്പോൾ യേശു ദൈവപുത്രനാണ് എന്ന് സ്വീകരിക്കുന്ന മനസ്സാണ് ദൈവം വസിക്കുന്ന മനസ്സ്. അത് വാക്കുകൾ കൊണ്ടല്ല, പ്രവർത്തികൾ കൊണ്ട്. യേശുവിനെ സ്വീകരിച്ചത് ഭൗതിക ജീവിതങ്ങൾക്ക് വേണ്ടി ആയിപ്പോയാൽ അവൻ ദൈവമല്ല. ആത്മീയ ജീവിതമാണ്, അകത്തെ മനുഷ്യന്റെ ഗുണമുള്ള ജീവിതമാണ്, അകത്തെ ആത്മാവിന് ഗുണമുള്ള ജീവിതമാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. വായിക്കാം. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. നമ്മോടുള്ള ദൈവസ്നേഹത്തെ അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. ദൈവം എന്ന് പറയുന്നത് സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. ദൈവം അവനിലും വസിക്കുന്നു. അതായത് ദൈവം നമ്മിലും നാം ദൈവത്തിലും വസിക്കുന്നു എന്നുള്ള അടയാളം എന്താണ്? ദൈവം തരുന്ന ആത്മാവാണ്. ആ ആത്മാവ് ദൈവത്തിൻ്റെതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ വ്യക്തികൾ പരസ്പരം സ്നേഹിച്ചാൽ അവർ ദൈവാത്മാവിൽ ഒന്നാണ്. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക. അപ്പോൾ ഭയം എന്താണ്? രാത്രിയിലെ ഭയമാണ്, പിശാചിന്റെ ഭയമാണ്, രോഗങ്ങൾ വരുമെന്നുള്ള ഭയമാണ്, മരിച്ചു പോകുമെന്നുള്ള ഭയമാണ്. ഇവിടെ ഭയം എന്ന് പറഞ്ഞിരിക്കുന്നത്
നമ്മളാരും കാര്യമായി കാണാത്ത ഒരു ഭയമാണ്. ന്യായവിസ്താര ദിവസത്തിൽ മനുഷ്യാത്മാക്കൾ ഭയപ്പെടുന്ന ഒരു ദിവസമുണ്ട്. യഹോവയുടെ കോപ ദിവസം കഴിഞ്ഞ് ന്യായവിസ്താരം നടത്തുന്ന ഒരു ദിവസമുണ്ട്. അത് നമുക്ക് ആർക്കും ഇപ്പൊ ഭയമില്ല. കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ല ജീവിതമെന്നും നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമാണ് സന്തോഷമുള്ള ജീവിതമെന്നും മനക്കോട്ട കെട്ടി ജീവിക്കുന്നതുകൊണ്ട് നാളത്തെ ന്യായവിധിയെ കുറിച്ചുള്ള ഒരു ഭയം ആർക്കും ഉണ്ടാകണമെന്നില്ല. എന്നാൽ മനുഷ്യാത്മാക്കൾ ഏറ്റവും വിറങ്ങലിക്കുന്ന, ഭയപ്പെടുന്ന, ഭീതിജനകമായ ഒരു നിമിഷമാണ് ദൈവത്തിന്റെ ന്യായവിധി ദിവസം. ആഴമായി ചിന്തിച്ചാൽ ഇപ്പോൾ തന്നെ നമുക്കതൊരു ഭയം ഉണ്ടാകാൻ ഇടയാകും. ആ ഭയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് നാം ദൈവത്തിലും ദൈവം നമ്മിൽ വസിച്ചുകൊണ്ട് തികഞ്ഞ സ്നേഹമുള്ളവരായിരിക്കണമെന്നാണ്. ഭൂമിയിലായിരിക്കാം, ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവിക സ്നേഹത്തിൽ തികവുള്ളവരായിരിക്കണം, തികഞ്ഞ സ്നേഹമുള്ളവരായിരിക്കണം. ആ തികഞ്ഞ സ്നേഹം നമ്മിലുണ്ടാകുന്ന ഭയത്തെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഭയം എന്താണ്? തികഞ്ഞ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ന്യായവിധി ദിവസത്തിൽ ന്യായവിധി നേരിടേണ്ടി വരികയില്ല. ആ ന്യായവിധി അഭിമുഖീകരിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ കഴിയാത്ത നിമിഷമാണ് നമുക്ക് ഭയമുണ്ടാകുന്ന നിമിഷം. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. ഈ ലോകത്തിലും നാമും ഇരിക്കുന്നു. അതായത് യേശു ജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് രണ്ട് മൂന്ന് രീതിയിൽ അതിനെ ചിന്തിച്ച് വ്യാഖ്യാനിച്ച് ഉൾക്കൊള്ളാൻ കഴിയും. യേശു ഭൂമിയിലായിരുന്നപ്പോൾ സകലത്തെയും സഹിഷ്ണുത കൊണ്ട് ജയിച്ചു. അതുപോലെ നാം ഭൂമിയിലായിരിക്കുമ്പോൾ സഹിഷ്ണുത കൊണ്ട് ജയിക്കണം. യേശു ഭൂമിയിലായിരിക്കുമ്പോൾ പിതാവ് യേശു പിതാവിനുമായിരുന്നു. നാം ഭൂമിയിലായിരിക്കുമ്പോൾ നാം ദൈവത്തിനും ദൈവം നമ്മളുമായിരിക്കണം. ഇങ്ങനെയുള്ള ദൈവിക സത്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവഭാവത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ന്യായവിധിയെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്നുള്ള ഉറപ്പുള്ള ഒരാൾക്ക് ന്യായവിധിയെ ഭയപ്പെടേണ്ട കാര്യമില്ല. സ്നേഹത്തിന് ഭയമില്ല. സ്നേഹത്തിന് ഭയമില്ല. അതായത് എന്ത് സ്നേഹത്തിന്? ഒരു മനുഷ്യൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന ധൈര്യത്തിൽ ഭയമില്ല എന്നല്ല. ദൈവിക സ്നേഹത്തിൽ ഭയമില്ല. തികഞ്ഞ സ്നേഹം, അതായത് ഞാൻ ദൈവത്തിനും ദൈവം എന്നിലുമാണെന്നുള്ള തികവുള്ള ദൈവിക സ്നേഹം എന്നിലുണ്ടെങ്കിൽ എനിക്ക് ഭയമില്ല. എന്ത് ഭയമില്ല? ന്യായവിധിയെ കുറിച്ച് ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ. അങ്ങനെ ഭയത്തിന് ദണ്ഡനമുണ്ട്. അപ്പോൾ ഭയപ്പെടുന്നവൻ തീർച്ചയായിട്ടും ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. അത് ഭൂമിയിലായാലും ന്യായവിസ്താരത്തിന് ശേഷമായാലും ഭയക്കേണ്ടി വരുന്നവൻ എന്ത് ചെയ്യും? ദണ്ഡനം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഭയമുള്ളിടത്ത് ദണ്ഡനമുണ്ട്. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ഭയം എന്ന് പറയുന്നത് ന്യായവിധിയെ കുറിച്ചുള്ള ഭയമാണ്. ദൈവം ശിക്ഷിക്കുമെന്നുള്ള ഭയമാണ്. തികഞ്ഞ സ്നേഹമുണ്ടെങ്കിൽ ആ ഒരു ഭയം നമ്മിൽ നിന്നും പുറത്താക്കപ്പെടും. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ഭയപ്പെടുന്നവൻ ദൈവസ്നേഹത്തിൽ തികഞ്ഞവനല്ല. അപ്പോൾ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ഭയമോ രോഗഭയമോ അത് എന്ത് ഭയമോ ആയിക്കോട്ടെ, ഇവിടെ ലേഖനം എഴുതിയ യോഹന്നാൻ ഉദ്ദേശിച്ച ഭയം ന്യായവിധിയിൽ അകപ്പെടുന്ന ന്യായവിധിയെ കുറിച്ചുള്ള ഭയമാണ്. നാം ദൈവത്തിനും ദൈവം നമ്മിലായതുകൊണ്ട് ദൈവിക ഭാവത്തിൽ ആർക്കാണോ തമ്മിൽ സ്നേഹത്തോടെ ജീവിക്കുവാൻ കഴിയുന്നത് അവർക്ക് ധൈര്യമായി പറയുവാൻ കഴിയും, തികഞ്ഞ സ്നേഹം എന്നിലുണ്ട്, എനിക്ക് ഭയത്തെ പേടിയില്ല. അതുകൊണ്ട് എനിക്ക് ന്യായവിസ്താരത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയും. ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്വം ഇത് തന്നെയാണ്. നാം ദൈവത്തിനും ദൈവം നമ്മിൽ വസിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ നിത്യജീവൻ പ്രാപിക്കുമെന്നാണ്. നിത്യജീവൻ പ്രാപിക്കുമെന്നുള്ള ഉറപ്പുള്ള ആർക്കും തന്നെ ന്യായവിസ്താരത്തെ കുറിച്ചുള്ള ഭയവും വേണം. കാരണം ന്യായവിസ്താരത്തിൽ അനേക ന്യായാസനങ്ങളെ കാണുന്നു. തികഞ്ഞ സ്നേഹത്തിൽ ജീവിക്കുന്നവൻ ന്യായവിധിയിൽ അകപ്പെടുകയല്ല ചെയ്യുന്നത്. പിന്നെയോ യേശുവിനോടൊപ്പം ന്യായവിധിയുടെ സഭയിലിരുന്ന് മറ്റുള്ളവരെ ന്യായം വിധിക്കുവാനുള്ള അധികാരം കൂടെ കിട്ടുമെന്നുള്ള സത്യവും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും സത്യമായ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയതാണ്. ആ വെളിപ്പെടുത്തിയ വേദനകൾക്ക് അടിസ്ഥാനപ്പെടുത്തി
എന്റെ ജീവിതത്തെ ക്രമീകരിക്കും. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് വിനയപ്പെട്ട് താഴ്മ കൊണ്ട് നാളത്തെ ജീവിതം നമ്മുടെ കയ്യിലുള്ളതല്ല, ദൈവത്തിൻ്റെതാണ് എന്ന് മനസ്സിലാക്കുക. ലോകത്ത് പലവിധമായ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ദൈവത്തെ ഭക്തിയോടുകൂടി വിശുദ്ധിയോടുകൂടി ദൈവഭയത്തോടുകൂടി ജീവിച്ചുകൊണ്ട് ഇനിയുള്ള നാളെ എത്ര കാലമാണ് ജീവിക്കുവാൻ കഴിയുന്നത് അറിയില്ല. ജീവിക്കുന്ന കാലം കൊണ്ട് നന്മ ചെയ്ത് നീതി പ്രവർത്തികൾ ചെയ്ത് ദൈവരാജ്യത്തിൽ ഒരു അംഗമാകുവാൻ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കൊന്ന് വിരമിക്കുന്നു.